സ്തുതിക്കും ആരാധനയ്ക്കും ഒരു ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവിലും സത്യത്തിലും നാം ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയേറിയ വിടുതലുകൾ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ഇന്ന് ആരാധന ഒരു പ്രഹസനമായി മാറുകയാണ്. എന്നാൽ ആരാധന ഉള്ളിൽ നിന്ന് പുറപ്പെടണം. ആരാധന ജീവിതത്തിൽ നിന്ന് പുറപ്പെടണം. ആരാധിക്കുന്ന വ്യക്തി വിശുദ്ധിയോടും സത്യത്തോടും കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മിക വർധനവ് വരുത്തുന്നു. നാം ദൈവത്തെ ആരാധിച്ച് അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആത്മിക ജീവിതത്തിൽ വർധനവ് വരുത്തുവാനിടയായിത്തീരുന്നു. പലപ്പോഴും അത് ഒരു കാപട്യത്തിൽ ഉപയോഗിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ നാം ആരാധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് കാപട്യമോ പ്രഹസനമോ കാണിക്കുവാനുള്ളതല്ല. പിന്നെയോ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് യഹോവയുടെ ഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ആത്മാവിൻ്റെ ആരാധന. അപ്പോൾ നമ്മുടെ ആത്മിക ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് സ്തുതി കരേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുക. അതെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടുന്ന ഒരു വ്യവസ്ഥിതി യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുവിൻ, അത് നല്ലതാകുന്നു, അത് മനോഹരവും സ്തുതി ഉചിതവും അത്രേ എന്ന് ദൈവവചനം പറയുന്നു. നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ മനുഷ്യമുഖം നോക്കാതെ ദൈവത്തെ പാടുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ശത്രു അടച്ചു വച്ചിരിക്കുന്ന എല്ലാ വഴികളും ദൈവത്തെ നാം ആത്മാവിൽ ആരാധിക്കുന്നതിലൂടെ ദൈവം പുതുവഴിയിലേക്ക് നമ്മെ നടത്തും.